നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ജില്ലയിൽ മഴ തുടരുന്നു. അടിമാലിക്കടുത്ത് ചീയപ്പാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 മരണം. നിരവധി പേർ മണ്ണിനടിയിലായതായി സൂചന. മലയിഞ്ചിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 2 പേർ മരിച്ചു. മലയിഞ്ചി, പെരിങ്ങാശ്ശേരി എന്നിവിടങ്ങളിൽ കൃഷിനാശവും. ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൊടുപുഴയിലെത്തി. അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി. ജില്ല പൂർണ്ണമായും കാലവർഷക്കെടുതിയിൽ. ഇടുക്കിയിൽ കോടികളുടെ നഷ്ടം. തോരാതെ പെയ്യുന്ന മഴയിലും വെള്ളപ്പൊക്കത്തിലും മുട്ടം, പൂമാല, മേലുകാവ് എന്നിവിടങ്ങളിലും വൻ നാശനഷ്ടം. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ അടിമാലി ചീയപ്പാറയിൽ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ചു. 30ഓളം പേർ മണ്ണിനടിയിലായതായി സൂചന. അടിമാലി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിഞ്ഞു വീണ് 4 പേർ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ദേവികുളം തഹസീൽദാരുടെ ഡ്രൈവർ രാജൻ ആണ് മരിച്ചവരിൽ ഒരാൾ. ഒരു ആൺകുട്ടിയുടെ മൃതദേഹവും മറ്റൊരു പുരുഷന്റെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 30 മുതൽ 50ഓളം പേർ മണ്ണിനടിയിൽപ്പെട്ടതായി സംശയിക്കുന്നു. ചീയപ്പാറയിൽ ഒരു മല അതേപടി നിരങ്ങിവെന്ന് റോഡിൽ പതിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. 3 വാഹനങ്ങൾ കൊക്കയിലേക്ക് മറിഞ്ഞു. റവന്യൂ വകുപ്പിന്റെ വാഹനം, ഒരു വാഗണർ കാർ, ഒരു ടവേര എന്നീ വാഹനങ്ങളാണ് താഴേക്ക് പതിച്ചത്. വാഗണർ കാറിന്റെ ഡ്രൈവർ ജോഷി എന്നയാളും മരിച്ചിട്ടുണ്ട്. 10ഓളം വാഹനങ്ങൾ മണ്ണിനടിയിലാണ്. കാലവർഷം കലിപൂണ്ടതോടെ ജില്ലയിൽ മരണസംഖ്യയും ഉയർന്നു. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഉൾപ്പെടെ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും നിരവധി പേരാണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാം തുറന്നുവിട്ടതോടെ തൊടുപുഴയാറ്റിൽ ജലനിരപ്പ് കുത്തനെ ഉയർന്നു. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ഇടുക്കി ജില്ലയിൽ വൻ ദുരന്തം. നിരവധി ആളുകൾ മരിച്ചു. കാർഷിക മേഖലയ്ക്കും കനത്ത നാശമുണ്ടായി. വരിക്കയിൽ പാപ്പച്ചൻ, ഭാര്യ തങ്കമ്മ, പവ്വാക്കാട് പീതാംബരന്റെ ഭാര്യ ശാരദ എന്നിവരാണ് കുഞ്ചിത്തണ്ണിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത്. ചെറുതോണിയിൽ സഹോദരങ്ങളായ ജിസ്നയും ജോസ്നിയുമാണ് മരിച്ചത്. ഉറുമ്പിടത്ത് ജോസിന്റെ മക്കളാണ് ഇവർ. മരിച്ചവരിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തൊടുപുഴ മലയിഞ്ചിയിൽ ഉരുൾപൊട്ടി അമ്മയും കുഞ്ഞും മരിച്ചു. മലയിഞ്ചി പൂമറ്റത്തിൽ ബീനയും 4 വയസ്സുള്ള മകനുമാണ് മരിച്ചത്. ഇടുക്കി കുളമാവ് അണക്കെട്ടിന്റെ സമീപത്ത് റോഡ് അണക്കെട്ടിലേക്ക് ഇടിഞ്ഞു താണു. ഇതേസമയം മൂന്നാറിന് സമീപം 2-ാം മൈലിൽ മണ്ണിടിഞ്ഞു വീണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മാട്ടുപ്പെട്ടിയിലും മണ്ണിടിച്ചിലുണ്ടായി. ഇടമലയാർ, നെയ്യാർ ഡാമുകൾ നിറഞ്ഞതിനെ തുടർന്ന് തുറന്നുവിട്ടു. ജില്ലയിലെ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പൊന്മുടി ഉൾപ്പെടെ 6ഓളം അണക്കെട്ടുകൾ തുറന്നുവിട്ടു. കനത്ത ദുരന്തം വിധിച്ച് മഴ തുടരുന്നു. തൊടുപുഴയിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. വീടുകളും സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും നശിച്ചു. ഇടുക്കി ജില്ല പൂർണ്ണമായി കാലവർഷക്കെടുതിയിൽ മുങ്ങി. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളും ജലസംഭരണികളും നിറഞ്ഞതുമൂലം ശക്തമായ വെള്ളപ്പൊക്കമാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ ഡാമുകൾ തുറന്നുവിട്ടു. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ എല്ലാം പൂർണ്ണമായി തുറന്നതിനാൽ തൊടുപുഴ, മണക്കാട്, കാരിക്കോട്, വെങ്ങല്ലൂർ, കുമ്പങ്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറി. തൊടുപുഴയുടെ താഴ്ന്ന പ്രദേശമായ കാരിക്കോട്, വെങ്ങല്ലൂർ കോളനി എന്നിവിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. തൊടുപുഴ മൂപ്പിൽക്കടവ് ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന KSRTCയുടെ പുതിയ ഫൗണ്ടേഷൻ വെള്ളത്തിനടിയിലായി. കൂടാതെ മണക്കാട്, മുട്ടം, കാക്കൊമ്പ്, പച്ചിലാംകുന്ന്, അടയ്ക്കാപ്പാറയിൽ മൈക്കിളിന്റെ പുരയിടത്തിൽ ഉരുൾപൊട്ടലുണ്ടായി. ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന 70ഓളം റബ്ബർ മരങ്ങളും 25ഓളം തേക്കും കപ്പയും വാഴയും നശിച്ചു. ജനപ്രതിനിധികളും റവന്യൂ, കൃഷി വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടമുണ്ടായവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ബിജു, മുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് അലക്സ് പ്ലാത്തോട്ടം എന്നിവർ ആവശ്യപ്പെട്ടു.
മുട്ടം പഞ്ചായത്തിലെ കൊല്ലംകുന്ന് കോഞ്ഞാറ് ഭാഗത്ത് അയ്യാനിക്കാട്ട് കരുണാകരന്റെ വീട് മരം വീണ് തകർന്നു. വാർഡ് മെമ്പർ വിജു സി ശങ്കർ, ബ്ലോക്ക് മെമ്പർ എൻ കെ ബിജു, സജി അഗസ്റ്റിൻ, അലക്സ് പ്ലാത്തോട്ടം, ഷാജി ഗോപാലൻ, കെ എസ് ബാബു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മുട്ടം പഞ്ചായത്തിലെ ഊരക്കുന്ന് ഭാഗത്ത് തയ്യൽ രാജപ്പന്റെ വീടിന്റെ മുറ്റം തകർന്നു. വീടിന് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് വാർഡ് മെമ്പർ സജി അഗസ്റ്റിൻ, പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കെ ശങ്കർ, ഷീല സന്തോഷ് എന്നിവർ ആവശ്യപ്പെട്ടു. കാലവർഷക്കെടുതിയിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും കാലവർഷക്കെടുതി വിലയിരുത്തുന്നതിനുമായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൊടുപുഴയിലെത്തി. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലെത്തി അപകടത്തിൽ മരിച്ചവർക്ക് മന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. ബന്ധുക്കളോടും നാട്ടുകാരോടും അപകടത്തെക്കുറിച്ച് ചോദിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ജില്ലയിലെ കാലവർഷക്കെടുതികളെ സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് കളക്ടറോട് മന്ത്രി ആവശ്യപ്പെട്ടു. ഏറ്റവും തീവ്രമായ ദുഃഖത്തോടു കൂടിയാണ് ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഗവൺമെൻറ്റിനാവുന്ന വിധത്തിലുള്ള എല്ലാ സഹായവും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര സഹായം എന്നുള്ള നിലയിൽ ഇപ്പം തന്നെ ഒരു ചെറിയ സഹായം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അടിയന്തരമായി. മലയിഞ്ചി, പെരിങ്ങാശ്ശേരി പ്രദേശങ്ങളിൽ വൻ കൃഷിനാശം. നിരവധി ചെറിയ ഉരുളുകൾ പൊട്ടിയതിനെ തുടർന്ന് ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷികൾ നശിച്ചു. റോഡുകളും തകർന്ന നിലയിലാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലും മഴയിൽ കനത്ത നാശം. മുണ്ടൻമുടി, കോട്ടപ്പാറ ഭാഗങ്ങളുണ്ടായ ഉരുൾപൊട്ടൽ ഈ മേഖലയിലെ വീടുകളിലും കൃഷികളിലും കനത്ത നാശം വിതച്ചു. കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടുകൾ വരെ നിലംപൊത്തി. നിരവധി വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. വീടുകളുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തൊമ്മൻകുത്ത് ഭാഗത്ത് കാളിയാർ പുഴയിലെ ചപ്പാത്തിൽ 15 അടി. 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കരിമണ്ണൂർ, പന്നൂർ, വണ്ടമറ്റം എന്നീ പ്രദേശങ്ങളിലും കനത്ത വെള്ളപ്പൊക്കവും കൃഷിനാശവും. തട്ടക്കുഴ, ചെപ്പുകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ ഭാഗമായാണ് ഈ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത്. നിരവധി കർഷകരുടെ കൃഷിസ്ഥലങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷികൾ മാത്രം ഈ മേഖലയിൽ നശിച്ചിട്ടുണ്ട്. റോഡിൽ വെള്ളക്കെട്ടുണ്ടായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദുരന്തബാധിതർക്ക് എത്രയും വേഗം സഹായം എത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് കേരള കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും യോജിച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അവസരത്തിൽ ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടു കൂടി കഴിയുന്നത്ര സഹായം ദുരന്തത്തിലായവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കേരളത്തിൽ ഇപ്പോൾ നാളിതുവരെ ഈ സമീപ കാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള അതിവർഷമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അതേ തുടർന്ന് തൊമ്മൻകുത്ത് ഷെയർ ആൻഡ് കെയർ കെട്ടിട സമുച്ചയത്തിലും വെള്ളം കയറി. തെക്കും ഭാഗം തടിപ്പാലത്ത് വെള്ളം ഉയർന്നു. നിരവധി വീടുകളും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി. തിങ്കളാഴ്ച പുലർച്ചെയോടെ ഉയർന്ന വെള്ളം ഉച്ച കഴിഞ്ഞതോടെ താണു. വീട്ടുപകരണങ്ങൾക്കും കൃഷിവിളകൾക്കും നാശം സംഭവിച്ചു. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ മുണ്ടൻമുടി ഭാഗത്ത് കനത്ത മഴയിൽ ഒലിച്ചുവന്ന കല്ലും മണ്ണും നാട്ടുകാർ നീക്കം ചെയ്തു. കനത്ത മഴയിൽ റോഡിലേക്ക് ഒഴുകിയെത്തിയ ചെളിയും കല്ലും ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് റോഡ് വൃത്തിയാക്കിയത്. കുത്തനെയുള്ള നിരത്തിൽ കൂടി കവിഞ്ഞൊഴുകിയ മഴവെള്ളത്തിൽ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. കരിമണ്ണൂർ സീഡ് ഫാം കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി. 5 ബ്ലോക്കുകളും വെള്ളത്തിനടിയിലായി. മേലുകാവ് എള്ളുംപുറം പുത്തൻ വീട്ടിൽ PJ ജോസഫിന്റെ പണിതുകൊണ്ടിരുന്ന വീട് മണ്ണിടിച്ചിലിൽ തകർന്നു. വീടിനടുത്തുള്ള ഷെഡിൽ താമസിച്ചിരുന്ന 4 അംഗ കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരങ്ങൾ വീണും കല്ലുകളും മണ്ണും വന്നടിഞ്ഞും നീലൂർ റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ ശ്രമഫലമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. CSI ഈസ്റ്റ് കേരള മഹാടവ ബിഷപ്പ് റൈറ്റ് റവറൻ KG ദാനിയൽ സ്ഥലം സന്ദർശിച്ചു. പന്നിമറ്റത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കൊച്ചുവീട്ടിൽ ബാബുവിന്റെ വീട് പൂർണ്ണമായും തകർന്നു. തറപ്പേൽ സുദർശന്റെ വീടും തകർന്നു. മേത്തൊട്ടി ഭാഗത്ത് 8ഓളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. കൃഷികൾക്കും വ്യാപകമായ നാശം സംഭവിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്ത് മെമ്പർമാരും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. ശക്തമായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും പെട്ട്
ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. തടിയമ്പാട് നെല്ലിക്കൽ കൃഷ്ണന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് മൺതിട്ടി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. തടിയമ്പാടിന് സമീപം മടത്തിൽ കടവ് നെല്ലിക്കൽ കൃഷ്ണന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. വീടിന്റെ മുൻഭാഗത്ത് മുറ്റത്തോട് ചേർന്ന് 60 അടിയോളം മണ്ണിടിഞ്ഞ് താഴെ റോഡിലേക്ക് പതിച്ചു. ഇതുമൂലം തടിയമ്പാട് വിമലഗിരി റോഡും ഗതാഗതം തടസ്സപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നും വാർത്തകൾ തുടരുന്നു. കരിമണ്ണൂരിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കരിമണ്ണൂർ നിർമ്മല സ്കൂളിന് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അജിനാസിനെ തൊടുപുഴയിൽ സൗജന്യ മരുന്ന് വിതരണവും മെഡിക്കൽ ക്യാമ്പും നടത്തി. സംസ്ഥാന ആരോഗ്യ വികസന സമിതിയുടെയും തൊടുപുഴ ഇന്റിമേറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാന ആരോഗ്യ വികസന സമിതിയുടെയും തൊടുപുഴ ഇന്റിമേറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ സൗജന്യ മരുന്ന് വിതരണവും പരിശോധനയും നടത്തി. തൊടുപുഴ കാലിക്കറ്റ് കോളേജിൽ നടന്ന ക്യാമ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ആയുർവേദം. അവിടെ ഒരു ക്യാമ്പ് നടത്താൻ തയ്യാറായതിൽ പഠിപ്പിച്ച ടോമി വള്ളിക്കും കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന മാത്യു തോമസിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് തൊടുപുഴ ന്യൂമാൻ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി. പ്രസിഡന്റ് സജീവ് ജോസഫ്, സെക്രട്ടറി സെബാസ്റ്റ്യൻ ജേക്കബ് എന്നിവർ സന്നിഹിതരായിരുന്നു. മാത്യു തോമസിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് വടക്കുമുറി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹായം കൈമാറി. പ്രസിഡന്റ് ഡോക്ടർ PL ജോസ്, സെക്രട്ടറി R അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സാമ്പത്തിക സഹായം എത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ആ വിഷമത്തിൽ കഴിയുന്ന കുടുംബത്തിന് ഞങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള ഒരാശ്വാസം പകരുന്ന കഴിഞ്ഞതിൽ BMS SDPI സംഘർഷമുണ്ടായ തൊടുപുഴയിൽ ഞായറാഴ്ച പോലീസ് റൂട്ട് മാർച്ച് നടത്തി. KAPയിൽ നിന്നും പോലീസിൽ നിന്നുമായി 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുത്തു. അക്രമത്തിന്റെ വീഡിയോ ചിത്രങ്ങൾ നോക്കി 100-ലേറെ പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. ഞായറാഴ്ച വൈകിട്ട് വരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉന്നത പോലീസ് മേധാവികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വർഗീയ അടിസ്ഥാനത്തിൽ സംഘടിക്കാനോ അക്രമം അഴിച്ചുവിടാനോ നിയമം കയ്യിലെടുക്കാനോ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് തൊടുപുഴ DYSP ആന്റണി തോമസ് പറഞ്ഞു.